ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വയനാട് മാനന്തവാടിയിൽ ആദിവാസി മധ്യവയസ്കനെ കാറിൽ റോഡിലൂടെ വലിച്ചിഴച്ച സംഭവത്തിലെ രണ്ട് പ്രതികൾ പിടിയിലായ സംഭവമാണ്. പച്ചിലക്കാട് സ്വദേശികളായ മുഹമ്മദ് ഹർഷിദും അഭിറാമും എന്നിവരാണ് കസ്റ്റഡിയിലായത്. കൽപ്പറ്റയിൽ നിന്നാണ് ഇവരെ പിടികൂടുകയും ചെയ്തത്. ഇപ്പോൾ ഈ വാർത്തയുടെ വിവരങ്ങളുമായി അനൂപ് കൂടി ചേരുന്നുണ്ട്. അനൂപ്, ഇന്നലെ കേരളം നടുങ്ങിയ ഒരു ദൃശ്യങ്ങളായിരുന്നു അത് കണ്ടത്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ടൊരു മധ്യവയസ്കരെ കാറിൽ റോഡിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നത്. 4 പേർ ആ കാറിലുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇന്നലെ തന്നെ ഇവർ ആരൊക്കെയാണെന്നുള്ളത് പോലീസ് തിരിച്ചറിയുകയും ചെയ്തു. പക്ഷേ ഫോൺ ഓഫ് ചെയ്തതിനെ തുടർന്ന് ഇവരെ പിടികൂടാൻ കഴിഞ്ഞില്ല. ഇന്ന് 2 പേരെ പിടികൂടി, 2 പേരെ കൂടി പിടികൂടാനുണ്ട്. അതോടൊപ്പം തന്നെ സർക്കാർ ഇക്കാര്യത്തിലെടുത്ത നിലപാട് ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത അന്വേഷണവും നടപടികളിലേക്കും പോകുമെന്നാണ് സംസ്ഥാന സർക്കാർ, മുഖ്യമന്ത്രി, ഒപ്പം തന്നെ മന്ത്രി ഒ ആർ കേളു അടക്കം വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ് നടക്കുന്നത്? മറ്റ് 2 പേരെ പിടികൂടുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നുണ്ടോ? ഈ സംഭവം നടക്കുമ്പോൾ കാറിൽ ഉണ്ടായിരുന്നവരാണ് പിടിയിലായ ഹർഷിദും അഭിരാമും. കൂടൽക്കടവിൽ സംഘർഷമുണ്ടായപ്പോൾ നാട്ടുകാരെ ആക്രമിച്ചവരിലും ഇവരുണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഇന്നലെ മുതൽ പോലീസ് ഇവർക്കായി വ്യാപകമായ തെരച്ചിൽ നടത്തിവരികയായിരുന്നു. എന്നാൽ ഇന്നലെ രാത്രി നടത്തിയ പരിശോധനയിൽ ഒന്നും തന്നെ ഇവരെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിരുന്നില്ല. ഇവരുടെ ഫോണുകൾ സ്വിച്ച് ഓഫ് ആയിരുന്നു. അതോടൊപ്പം ഇവർ ജില്ലയിൽ നിന്ന് കടന്നു എന്ന ഒരു വിവരവും കൂടി ഉണ്ടായിരുന്നു. ഏതായാലും ആ വിധത്തിൽ ജില്ലയിൽ നിന്ന് പുറത്തുപോയ 2 പേരെ തന്നെയാണ് ഇപ്പോൾ പിടികൂടിയത് പോലീസ് എന്നാണ് നമുക്ക് ലഭിക്കാനുള്ളത്. ഇവരെ എന്നാൽ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് കൽപ്പറ്റയിൽ നിന്നാണ്. അപ്പോൾ കീഴടങ്ങാനോ മറ്റോ ഇവിടേക്ക് തിരിച്ചു വരുന്ന ഒരു സന്ദർഭത്തിലോ മറ്റോ ആയിരിക്കാം ഇവരെ പിടികൂടിയിരുന്നത് എന്നാണ് പറയുന്നത്. പോലീസ് ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ വിശദീകരണം നൽകിയിട്ടില്ല. ഏതായാലും ഇവർ ജില്ല വിട്ട് പോയിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ പിടികൂടാനുള്ള 2 പേരാണ് ജില്ലയ്ക്ക് പുറത്തുള്ളതെന്നാണ് പോലീസിന്റെ നിഗമനം. ഏതായാലും അവർക്ക് വേണ്ടിയുള്ള ഒരു പരിശോധനകളും പോലീസ് ഇപ്പോൾ നടത്തുകയാണ്. ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഈ പിടികൂടിയ ഹർഷിദിനെ കുറിച്ചും അഭിരാമിനെ കുറിച്ചും കൃത്യമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് വിവിധ സ്ഥലങ്ങളിൽ ഇന്ന് പരിശോധന നടത്തിയത്. ഇനി പിടികൂടാനുള്ളത് പനമരം സ്വദേശികളായ വിഷ്ണു, നബീൽ എന്നിവരെയാണ്. ഇവർക്കുള്ള അന്വേഷണം തുടരുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇവർ ഇപ്പോഴും ഒളിവിലാണ്. ഇവരുടെ ഫോണുകൾ ഇപ്പോൾ ഇന്നലെ തന്നെ സ്വിച്ച് ഓഫ് ആയിരുന്നു. അത് ഇപ്പോഴും ആ വിധത്തിൽ തന്നെ തുടരുകയാണ്. ഇവരുടെ ബന്ധുവീടുകളിലും മറ്റുമാണ് പോലീസ് പ്രാഥമികമായ അന്വേഷണം നടത്തിയത്. അതോടൊപ്പം സുഹൃത്തുക്കളുടെയും പോകാൻ ഇടയുള്ള അല്ലെങ്കിൽ ഒളിക്കാൻ ഇടയുള്ള സ്ഥലങ്ങളിലും മറ്റുമാണ് പോലീസ് പരിശോധന നടത്തി വരുന്നത്. ഏതായാലും ഈ സംഭവത്തിൽ 2 പേരെ പോലീസിന് പിടികൂടാനായിരിക്കുന്നു. ഈ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന മാതിനെ ഇന്ന് മന്ത്രി ഒ ആർ കേളു സന്ദർശിച്ചിരുന്നു. ആ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു ഈ മാതിന് ആവശ്യമായ വിദഗ്ധ ചികിത്സ ഉൾപ്പെടെ നൽകുന്നതിനും അതോടൊപ്പം ഈ സംഭവത്തിൽ കർശന നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയത് ഉൾപ്പെടെ അദ്ദേഹം പരാമർശിച്ചിരുന്നു. മാതന്റെ ഒരു ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? ഈ 2 കാലും ഇന്നലെ ഈ വലിച്ചിഴച്ചതിനെ തുടർന്ന് വലിയ തരത്തിലുള്ള പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ മാതന്. അതിന്റെ പരിക്ക് ആ വിധത്തിൽ സാരമുള്ളതാണ്. വിദഗ്ധ ചികിത്സ ആവശ്യമെങ്കിൽ ചികിത്സ നൽകാനുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടിസ്ഥാനത്തിൽ കൂടുതൽ വിദഗ്ധ ചികിത്സ ആവശ്യമെങ്കിൽ അവിടെ നിന്ന് മാറ്റി മറ്റേതെങ്കിലും വിദഗ്ധ ആശുപത്രികളിലേക്ക് മാറ്റേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ ആ വിധത്തിൽ ഉള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ മന്ത്രിതല നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും ആ വിധത്തിലുള്ള സാഹചര്യം ഇപ്പോഴില്ല. മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ആ വിധത്തിലുള്ള ചികിത്സകളെല്ലാം ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ ചികിത്സയിൽ തുടരുകയാണ്. കൈകാലുകൾക്കും തലയ്ക്കും മറ്റുമാണ് മാതിന് പരിക്കേറ്റത്. അത് പ്രധാനമായി നിലത്തുകൂടെ വലിച്ചു കൊണ്ടുപോയതിനെ തുടർന്നാണ് ആ പരിക്കുകൾ പറ്റിയത്. കാലിലും അതോടൊപ്പം തന്നെ ശരീരത്തിന്റെ പിൻഭാഗത്തും ഉൾപ്പെടെ ഇദ്ദേഹത്തിന് പരിക്കുകളുണ്ട്. ശരി, അനൂപാണ് ഇത് സംബന്ധിച്ച വാർത്തയുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട മധ്യവയസ്കൻ മാതനെ കാറിൽ വലിച്ചിഴച്ച സംഭവത്തിൽ 2 പേർ പിടിയിലായിട്ടുണ്ട്. 2 പേരെ കൂടി പിടിയിലാകാനുണ്ട്.